ഹലോ ഗൈസ്, ദേ എൻ്റെ കയ്യിലിരിക്കുന്നത് ഇവനെ കണ്ടോ. ഇവനാണ് സുപ്രു, ഞങ്ങളുടെ സുപ്രു. സുപ്രു എന്ന് പേരിടാൻ കാരണം വേറൊന്നുമല്ല, അപ്പോൾ വായി തോന്നിയ പേര് വന്നു, അതങ്ങ് ഇട്ടു. ഇവന് ഒരിടത്ത് ഓട്ടം പോയ ആടെ വീട്ടിൽ ആശാനുണ്ടായിരുന്നു. കുഞ്ഞിലെ കൊണ്ടുവന്നത് കേട്ടോ. ഞാനിവനെ കാണുമ്പോൾ ഇവൻ തീരെ ആവശ്യനിലയില്ല, ഇവന് വയ്യ. ഇവനെ ഞാൻ ചോദിച്ചപ്പം അവർ പറഞ്ഞു ഇവനെ കീരി പിടിച്ചതാണെന്ന് പറഞ്ഞു. കുഞ്ഞിലെ കീരി പിടിച്ചിട്ട് ഇവൻ്റെ ഈ വലത്ത് ചിറകിൻ്റെ അവിടവും ആ മടക്കി വെച്ചേക്കുന്ന കാലും അവൻ്റെ കഴുത്തിൻ്റെ ഭാഗവും എല്ലാം കീരി പിടിച്ച് ഒരു പരുവത്തിലായി കിടക്കുമായിരുന്നു. അപ്പം ആശാൻ നടക്കത്തില്ല, ഇങ്ങനെ തല പൊക്കിയൊന്നും കൊത്തത്തില്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ കിടക്കും. അപ്പം ഞാൻ അവരോട് ചോദിച്ചു, ഇനി എന്നെ ചെയ്യാനെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇതിനി ചത്തുപോത്തേ ഉള്ളെന്ന് അവരെന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ എനിക്ക് തരുമെന്ന് ചോദിച്ചു. കൊണ്ടുപോകാൻ പറഞ്ഞു. ഒരു സന്തോഷത്തോടെ തന്നു. ഞാൻ ഇവനെ എടുത്തുകൊണ്ട് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞിടാ നീ ഇതിനെ എന്ത് കൊണ്ടുവന്നതാ, ജീവിക്കത്തൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ്. ഞാനതൊന്നും മൈൻഡാക്കാൻ പോയില്ല. എന്തായാലും ആശാൻ തന്നെ ഇപ്പോൾ ഈ കണ്ടീഷനിലാണ്. കുറച്ച് ബുദ്ധിമുട്ടി, കുറച്ച് ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്ത് അവനെ അങ്ങനെ റെഡിയാക്കി സെറ്റപ്പാക്കി എടുത്ത് ആശാൻ ഇപ്പോൾ ഹാപ്പി ആയിട്ട് നടക്കുന്നു. ഞാനും ഹാപ്പി. പിന്നെ വേറൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണിച്ചു തരാം. ഇതുപോലെ തന്നെ ഒരാളുടെ വീട്ടിലിരുന്ന സംഭവം. ഇത് മുന്തിരി, നമ്മുടെ മുന്തിരി ഉണ്ടല്ലോ, അതാണിത്. അവരുടെ വീട്ടിൽ ഇതുപോലെ നട്ട് വെച്ച് ഇത് കിളിക്കുന്നില്ലായിരുന്നു. കിളിക്കാതെ ഇത് മൊത്തം ഇങ്ങനെ അഴുകി പോവുക, ഇങ്ങനെ വള്ളി പടരാതെ അഴുകി ഇങ്ങനെ പോയേക്കുമായിരുന്നു. ഞാനിതിൻ്റെ ചെറിയൊരു കിളിപ്പ് കണ്ടുകൊണ്ട് ചോദിച്ചപ്പോൾ പറഞ്ഞു അവർ പറഞ്ഞു ഇത് മുന്തിരിയാണ്. അപ്പം ഞാൻ ചോദിച്ചു ഇത് കിളിക്കുന്നില്ലല്ലോ, എന്നാ ചെയ്യാനാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇത് കിളിക്കുന്നില്ല, ഇത് ഇനി എടുത്ത് കളയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാനതുപോലെ ചോദിച്ചു എന്നാൽ എനിക്ക് തരുമെന്ന് ചോദിച്ചു. അപ്പം അവർ പറഞ്ഞു എന്നാൽ കൊണ്ടുപോയി നോക്ക്, കിളിക്കുമെങ്കിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. അപ്പം അവർ ഈ കവർ ഗ്രോ ബാഗിലാണ് വെച്ചിരുന്നത്, അതടക്കം എനിക്ക് തന്നു. ഞാനതും കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്നു നട്ടു. മണ്ണ് മാറ്റി കേട്ടോ, ഞാൻ അതിൻ്റെ മണ്ണ് മാറ്റിയിട്ട് വേറെ പുതിയ മണ്ണിട്ട് വലിയ വെയിലും എന്നാൽ വലിയ തണുപ്പും അടിക്കാത്തടത്ത് വെച്ച് ടെറസിലാണ് വെച്ചത്. അവിടെ കൊണ്ടുവച്ച് എന്തായാലും ആശാൻ ഇത്രയും വളർന്ന് കയറി പടർന്നങ്ങ് വള്ളി കയറി ഇത്രയായി. വലിയ നീളമായില്ല, എന്നാലും അത്യാവശ്യം നീളം എന്തായാലും ഇത്രയും ആയിട്ടുണ്ട് കേട്ടോ. അതൊരു വലിയ സന്തോഷം. ഇത് കാണുമ്പം കൂടുതലും ആൾക്കാർ വേണ്ടാന്ന് പറഞ്ഞ് ഉപേക്ഷിച്ച സാധനങ്ങൾ നമ്മൾ കൊണ്ടുവന്ന് അത് ഒന്ന് ഗ്രോ അപ്പ് ആക്കി എടുക്കുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ടല്ലോ, അതാണ് എനിക്കുള്ളത്. പിന്നെ ഇത് നമ്മുടെ കപ്പലണ്ടി, ചിലയിടത്ത് കടലയെന്ന് പറയും. ഉത്സവപ്പറമ്പിൽ നമ്മൾ കപ്പലണ്ടി എന്ന് പറഞ്ഞ് മേടിക്കുമല്ലോ, അവർ വറുത്ത് തരുന്നത്. ഇത് ഞാൻ കടയിൽ നിന്ന് മേടിച്ചതാണ്. നമ്മുടെ സാധാ പച്ചക്കപ്പലണ്ടി കടയിൽ നിന്ന് മേടിച്ച് മണ്ണെടുത്ത് മണ്ണിനകത്ത് ചാക്കിലോ ഗ്രോ ബാഗിലോ നിറച്ചിട്ട് നമുക്കിങ്ങനെ നട്ട് വെച്ചാൽ മതി കേട്ടോ. കപ്പലണ്ടി നമുക്കും പറിക്കാം, കടയിൽ പോയി മേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇങ്ങനെ നട്ട് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ കപ്പലണ്ടി ഉണ്ടാവും. ഞാൻ ഇതിൽ നിന്ന് പറിച്ചായിരുന്നു. പിന്നെ ഇവള് നമ്മുടെ വീട്ടിൽ കയറി വന്നതാണ്. ഞാൻ ഓടിച്ചു വിട്ടില്ല, ചോറ് കൊടുക്കുന്നുണ്ട്, അവിടെ തന്നെ നിൽക്കും.